ഇരുണ്ട ഇടനാഴിയിലെ തണുത്ത തറയിലേക്ക് ഊർന്നിരിക്കുമ്പോൾ എൻ്റെ ഉള്ളങ്കാൽ മരവിച്ചു തുടങ്ങിയിരുന്നു. നെഞ്ചിൽ കെട്ടിക്കിടന്ന സങ്കടം ഒരു തേങ്ങലായി പുറത്തു വരാൻ വെമ്പിയെങ്കിലും ഞാൻ മുഖം കൈകളാൽ അമർത്തിപ്പിടിച്ചു. താഴെ ഹാളിൽ നിന്നും ബന്ധുക്കളുടെ ചിരിയും വർത്തമാനവും നേരിയതായി കേൾക്കാം. ഞാൻ ഭിത്തിയിൽ തലചായിച്ചിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. കാഴ്ചകൾ അവ്യക്തമാണ്. കഴുത്തിൽ കിടക്കുന്ന താലിമാലയുടെ ഭാരം എന്നെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ. മണിക്കൂറോളം ഞാൻ അങ്ങനെ ഒരു ശില കണക്കേയിരുന്നു. ശരീരമാകെ മരവിച്ചു തുടങ്ങിയിരുന്നു. താഴെ ഹാളിൽ ഇപ്പോഴും സംസാരങ്ങൾ പൂർണ്ണമായി നിലച്ചിട്ടില്ല. ആരെങ്കിലും പടി കയറി മുകളിലേക്ക് വന്നാൽ ഈ കോലത്തിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ ശരിയാവില്ല. അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ വല്ലാത്തൊരു വെപ്രാളത്തോടെ എഴുന്നേറ്റു. എങ്ങോട്ടെന്നറിയാതെ വേച്ചു നടന്നു. കാലുകൾക്ക് വല്ലാത്ത തളർച്ച. പട്ടുസാരിയുടെ ഞുറികൾ കാലിൽ തടയുന്നുണ്ട്. ഞാൻ തൊട്ടപ്പുറത്തായി കണ്ട അടച്ചിട്ട മുറിയുടെ വാതിൽ മെല്ലെ തുറന്നു. അതൊരു ഗസ്റ്റ് റൂമായിരുന്നു. ലൈറ്റ് ഇട്ടപ്പോൾ കണ്ടത് അധികമാരും ഉപയോഗിക്കാത്തതുപോലെ തോന്നിച്ച അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുറി. ഒരു കട്ടിലും അലമാരയും ഒരു മേശയും മാത്രം. ജനലുകൾ അടച്ചിട്ടിരിക്കുന്നു. ഞാൻ അകത്ത് കയറി വാതിൽ കുറ്റിയിട്ട് തളർച്ചയോടെ കട്ടിലിലേക്കിരുന്നു. എതിരെയുള്ള കണ്ണാടിയിൽ എൻ്റെ ഇന്നുവരെ കാണാത്തൊരു പ്രതിബിംബം കണ്ടു. കല്യാണസാരിയും വാടിയ മുല്ലപ്പൂവും കഴുത്തു നിറയെ സ്വർണവും. മുഖത്തെ മേക്കപ്പ് കണ്ണീരുമായി ചേർന്ന് വികൃതമായിരിക്കുന്നു. കണ്ണിലെ മഷി പടർന്ന് കവിളിലൂടെ ഒഴുകിയിറങ്ങിയിട്ടുണ്ട്. എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് നിന്നെ. ശരത്തേട്ടൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും എൻ്റെ കാതിൽ മുഴങ്ങി. ഏട്ടനെ ഭർത്താവായി എനിക്കൊരിക്കലും കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ആളുടെ വെറുപ്പ് എന്നിൽ വല്ലാത്തൊരു നീറ്റലുണ്ടാക്കി. ഇന്നലെ വരെ എൻ്റെ ലൈഫിലുണ്ടായിരുന്നത് എൻ്റെ ആ വീടും ചെറിയ റൂമും അവിടുത്തെ ചിട്ടകളും പഠിത്തവുമൊക്കെ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ തികച്ചും അപരിചിതമായ ഒരിടത്ത്, എന്നെ ഇത്രയും വെറുക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ. ആഭരണങ്ങൾ ഒന്നൊന്നായി അഴിച്ചു തുടങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ അതായിരുന്നു ചിന്ത. കഴുത്തിലെ നെക്ലസിൻ്റെ കുളുത്തഴിക്കാൻ ശ്രമിക്കുവേ അത് മുടിയിൽ കുരുങ്ങി. എത്ര ശ്രമിച്ചിട്ടും അത് വിട്ടുമാറുന്നില്ല. ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്നപ്പോൾ ഞാൻ ശക്തിയായി അതൊന്ന് വലിച്ചു. മുടി കുറച്ചു പറഞ്ഞുപോയ വേദന. കയ്യിൽ കിട്ടിയ മാല ഞാൻ മേശയുടെ മേലേക്കിട്ടു. പിന്നാലെ വളകളും കമ്മലും ഓരോന്നായി അഴിച്ചു മാറ്റി. സാരി ഒന്ന് മാറണമെന്നുണ്ടായിരുന്നു, പക്ഷേ പകരം ഉടുക്കാൻ വേറെ ഡ്രസ്സൊന്നുമില്ലല്ലോ എന്ന കാര്യം അപ്പോഴാണ് ഓർത്തത്. എൻ്റെ ബാഗ്, എൻ്റെ ഡ്രസ്സും സാധനങ്ങളും ഇരിക്കുന്ന ആ ബാഗ്. ഡ്രൈവർ അതെടുത്ത് ശരത്തേട്ടൻ്റെ റൂമിലാണ് കൊണ്ടുപോയി വച്ചിരിക്കുക. ഈശ്വരാ, ഞാൻ തലയിൽ കൈവച്ചുപോയി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ആ മുറിയിലേക്ക് തിരിച്ചു ചെല്ലുകയോ? ആളുടെ മുഖത്തിനി എങ്ങനെ നോക്കും? വേണ്ട, ഇന്നിനി ഒന്നും വേണ്ട. ഈ സാരി തന്നെ ഉടുക്കാം. മനസ്സിനെ സമാധാനിപ്പിച്ച് കട്ടിലിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു. തലയണയിൽ മുഖമമർത്തുമ്പോൾ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ കടന്നുകൂടി. ഇപ്പോൾ അമ്മ എന്തു ചെയ്യുകയാകും? അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാകുമോ? നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന അച്ഛൻ്റെ മുഖം ഓർമ്മ വന്നപ്പോൾ നെഞ്ചു പടഞ്ഞു. ഏറ്റവും അവസാനം മീര ചേച്ചിയുടെ മുഖവും മനസ്സിലേക്ക് ഓടി വന്നു. ചേച്ചി ഇപ്പോൾ എവിടെയാകും? എന്തിനാ ചേച്ചി, എന്തിനാ ഞങ്ങളോടിത് ചെയ്തത്? പ്രേമിച്ച ആളിൻ്റെ കൂടെ ജീവിക്കാൻ ചേച്ചിക്ക് അവകാശമുണ്ട്. പക്ഷെ അത് മുൻപേ പറയാമായിരുന്നില്ലേ? മണ്ഡപത്തിൽ വെച്ച് തന്നെ വേണമായിരുന്നു ഈ ഒളിച്ചോട്ടം. ചേച്ചിയുടെ ഈ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ ബലിയാടാകേണ്ടി വന്നത് ഞാനാണ്. എൻ്റെ ജീവിതമാണ്. എന്നെക്കുറിച്ച് ചേച്ചി ഒരിക്കലെങ്കിലും ഓർത്തോ? ഇല്ല, ഓർത്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഓരോന്നോർത്തോർത്ത് എനിക്ക് സങ്കടം കൂടി വന്നു. കണ്ണുകൾ നിറഞ്ഞു തൂവി. പുറത്ത് മഴയുടെ ഇരമ്പൽ കേൾക്കാമായിരുന്നു. ജനലിൽ തുടർച്ചയായി മഴത്തുള്ളികൾ വന്നടിക്കുന്ന ശബ്ദം എന്നെ അലോസരപ്പെടുത്തി. കരഞ്ഞു തളർന്നെപ്പോഴോ ഞാനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പുലർച്ചെ അലാറത്തിൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടിയുണർന്നത്. കണ്ണു തുറന്നപ്പോൾ ചുറ്റും നോക്കി അപരിചിതമായ മുറി കണ്ടൊരു നിമിഷം ഞാൻ പകച്ചുപോയി. പിന്നെയാണ് തലേ ദിവസത്തെ സംഭവ വികാസങ്ങൾ ഓരോന്നായി ഓർമ്മ വന്നത്. ജനലിലൂടെ റൂമിനകത്തേക്ക് വെയിലരിച്ചു കയറുന്നുണ്ട്. ഫോൺ തപ്പി. ഫോൺ ഓഫായി കിടക്കുന്നു. ചാർജ് തീർന്നതാണ്. ഞാൻ വേഗം എഴുന്നേറ്റു. ജനൽവിരി മാറ്റി പുറത്തേക്കൊന്ന് പാളി നോക്കി. പുറത്ത് നല്ല വെയിൽ. സമയം കുറേയായി കാണും. ദൈവമേ, ആദ്യത്തെ ദിവസമാണ്. നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? ശരത്തേട്ടൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും? വേഗം കുളിക്കണം. താഴെ ചെന്ന് എന്തെങ്കിലും സഹായിക്കണം. പക്ഷേ എൻ്റെ നോട്ടം പോയത് ശരീരത്തോട് ചേർന്ന് അലസമായി കിടക്കുന്ന ഇന്നലെ ഉടുത്ത മടക്കുകൾ വീണ പട്ടുസാരിയിലാണ്. ഇത് ഉടുത്തുകൊണ്ട് എങ്ങനെ താഴേക്ക് പോകും? കുളിക്കണമെങ്കിൽ മാറാനുള്ള ഡ്രസ്സ് വേണം. ബ്രഷ് ചെയ്യണം. എൻ്റെ സാധനങ്ങളെല്ലാം മുറിയിലെ ആ ബാഗിലാണ്. ഇന്നലെ ശരത്തേട്ടൻ പറഞ്ഞ വാക്കുകൾ ഓർത്തിട്ട് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. പോയേ പറ്റൂ. ഞാൻ പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് തലയിട്ടു.
പുറത്തെ ഇടനാഴിയിൽ ആരുമില്ല. ആകെ നിശബ്ദമാണ്. താഴെ അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ തട്ടുന്ന സ്വരം കേൾക്കാം. പിന്നെ ഇനിയും പോകാത്ത ഏതൊക്കെയോ ബന്ധുക്കളുടെ ശബ്ദവും. വേഗം പോയി റൂമിൽ നിന്ന് ബാഗ് എടുത്തുകൊണ്ട് വരാം മായേ, ധൈര്യമായി ചെല്ല് എന്നോട് തന്നെ സ്വയം പറഞ്ഞ് ഞാൻ പതുക്കെ നടന്നു. ശരത്തേട്ടൻ്റെ മുറിയുടെ മുന്നിലെത്തി. അടച്ചിട്ടിരിക്കുകയാണ്. ഉള്ളിൽ നിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ല. ഇനി അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടാകുമോ? ഞാൻ പതുക്കെ പിടിയിൽ തിരിച്ചു നോക്കി. ഭാഗ്യം, അടച്ചിട്ടില്ല. ഞാൻ ആശ്വാസത്തോടെ ശ്വസിച്ചു. പതുക്കെ ഒച്ചയുണ്ടാക്കാതെ വാതിൽ തള്ളി തുറന്നു. AC-യുടെ തണുപ്പ് മുഖത്തേക്കടിച്ചു. ജനലെല്ലാം അടച്ച് കർട്ടനിട്ടിട്ടുള്ളതിനാൽ മുറിയിൽ നല്ല ഇരുട്ടാണ്. ബെഡിൽ പുതപ്പ് തലവഴി മൂടിക്കൊണ്ട് ഈജിപ്ഷ്യൻ മമ്മിയെപ്പോലെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ശരത്തേട്ടനാണ്. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. അതേതായാലും നന്നായി. ഞാൻ പൂച്ചയെപ്പോലെ പതുങ്ങി പതുങ്ങി അകത്തേക്ക് കയറി. മുറിയുടെ മൂലയ്ക്കാണ് എൻ്റെ ബാഗ് ഇരിക്കുന്നത്. അതവിടെ നിന്നും എടുക്കണം, എന്നിട്ട് ജീവനും കൊണ്ട് ഓടണം. അതാണ് പ്ലാൻ. ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ച് ബാഗിനടുത്തേക്ക് നടന്നു. കാൽ തറയിൽ അധികം അമർത്താതെ, പാദസരം പോലും കിലുങ്ങാതെ ശ്രദ്ധിച്ചു. ബെഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ബാഗുള്ളത്. ശരത്തേട്ടനെ ചുറ്റി വേണം പോകാൻ. ഞാൻ ബെഡിനരികിലൂടെ മെല്ലെ നടന്നു. പെട്ടെന്ന് ശരത്തേട്ടനൊന്ന് തിരിഞ്ഞു കിടന്നു. എൻ്റെ നെഞ്ചിരിപ്പ് നിലച്ചുപോയി. ഞാൻ അല്പം പോലും അനങ്ങാതെ ശ്വാസം പിടിച്ചു നിന്നു. ഇപ്പോഴാളുടെ മുഖം എൻ്റെ നേർക്ക് കാണാം. അരണ്ട വെളിച്ചത്തിൽ കാണുമ്പോൾ ആ മുഖത്ത് ഇന്നലെ കണ്ട ദേഷ്യമൊന്നുമില്ലായിരുന്നു. ഒത്തിരി നിഷ്കളങ്കമായ മുഖമാണ് ആളുടെ. മുടിയിഴകളെല്ലാം നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് ആളുടെ കിടപ്പ്. ഈ മനുഷ്യനാണോ ഇന്നലെ എന്നോട് അലറി വിളിച്ചതെന്ന് ഞാൻ സംശയിക്കാതിരുന്നില്ല. ഭാഗ്യം, അങ്ങേരൊന്ന് തിരിഞ്ഞു കിടന്നു എന്നല്ലാതെ എഴുന്നേറ്റില്ല. അതോടെ ഞാൻ ധൃതിയിൽ ബാഗ് എടുക്കാനായി തിരിഞ്ഞു. പക്ഷേ അബദ്ധം വശാൽ കൈ അടുത്തിരുന്ന ടേബിളിലെ ജഗ്ഗിന്മേലൊന്ന് തട്ടി. ജഗ് തറയിൽ തെറിച്ചു വീണൊരു ഉഗ്രൻ ശബ്ദത്തോടെ ഉരുണ്ടു. മുറിയിലെ ആ കനത്ത നിശബ്ദതയിൽ അതൊരു ബോംബ് പൊട്ടിയ പ്രതീതി സൃഷ്ടിച്ചു.